ശ്രീമാൻ ഗംഭീരനെ രാജ്യത്തെ രക്ഷിക്കാൻ രാജാവ് വരട്ടെ, അഴിമതി സർക്കാർ തുലയട്ടെ. നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ കോട്ടേശ്വരിനടുത്ത് പിങ്കുനിയിൽ ഒത്തുകൂടിയ ആയിരക്കണക്കിന് ജനങ്ങളിൽ നിന്ന് ഒരേ സ്വരത്തിൽ മുദ്രാവാക്യം ഉയർന്നു. നേപ്പാളിന്റെ ദേശീയ പതാകയും മുൻ രാജാവ് ജ്ഞാനേന്ദ്ര ഷായുടെ ചിത്രങ്ങളും കയ്യിലേന്തിയാണ് അവരുടെ പ്രകടനം. നേപ്പാൾ പോലീസ് സംരക്ഷിത കവചങ്ങളുമായി ബാരിക്കേഡുകൾ തീർത്ത് പ്രകടനക്കാരെ നിയന്ത്രിച്ചു. റാലി ബനേശ്വറിലേക്ക് നീങ്ങുന്നത് അവർ തടഞ്ഞിരുന്നു. പക്ഷേ കാര്യങ്ങൾ പ്രതീക്ഷിച്ചെടുത്ത് നിന്നില്ല. റാലിക്കിടയിൽ നിന്ന് പെട്ടെന്നാണ് വിവാദ ബിസിനസ്സുകാരൻ ദുർഗ പ്രസായി തന്റെ SUV-യുമായി ബാരിക്കേഡുകൾ മറിച്ചിട്ട് നിരോധിത മേഖലയിലേക്ക് കുതിച്ചത്. ഇതിനു പിന്നാലെ ആയിരക്കണക്കിന് ആളുകൾ പോലീസ് നിയന്ത്രണങ്ങൾ മറികടന്ന് മുന്നേറി. പോലീസ് അവരെ നേരിട്ടു. ഉന്തും തള്ളുമുണ്ടായി. പ്രതിഷേധക്കാർ സുരക്ഷാ സേനയ്ക്ക് നേരെ കല്ലെറിഞ്ഞു. തീവെപ്പുണ്ടായി. കെട്ടിടങ്ങൾ അടിച്ചു തകർത്തു. കച്ചവട സ്ഥാപനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. നൂറുകണക്കിന് ആളുകൾക്ക് മർദ്ദനമേറ്റു. ഗുരുതര പരിക്കുകളേറ്റു. 2 പേർ മരിച്ചു. നേപ്പാളിൽ ജനാധിപത്യത്തിന്റെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിന്റെ വാളായി നിന്ന കാലങ്ങളായി പുകയുന്ന കനലാണ് ഇന്ന് ആളിക്കത്തുന്നത്. രാജഭരണത്തിലേക്ക് തിരിച്ചുപോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പിന്തുണയോടെ മാവോയിസ്റ്റുകളുടെ നേതൃത്വത്തിൽ നടന്ന സമര പരമ്പരകൾക്ക് പിന്നാലെ രാജാവിനെ താഴെയിറക്കി ജനാധിപത്യം അധികാരമേറിയ 19 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട അതേ സെക്യുലർ റിപ്പബ്ലിക്കിൽ നിന്നാണ് ഇന്ന് രാജാധികാരം മടക്കിക്കൊണ്ടുവരാനുള്ള മുറവിളികൾ ഉയരുന്നത്. മുൻ രാജാവ് ജ്ഞാനേന്ദ്ര ഭീം വിക്രം ഷായ്ക്ക് കിട്ടുന്ന പിന്തുണയും പോകുന്നിടത്തെല്ലാം അദ്ദേഹത്തെ അനുഗമിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളും നേപ്പാളിലെ രാഷ്ട്രീയ പാർട്ടികളെ അസ്വസ്ഥമാക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. പൊക്കാറ സന്ദർശനത്തിന് ശേഷം തിരിച്ചെത്തിയ മുൻ രാജാവിനെ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ വിമാനത്താവളത്തിൽ ജൈവിളികളോടെ സ്വീകരിച്ച ജനക്കൂട്ടം നേപ്പാളിന്റെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയുടെ സൂചനയായിരുന്നു. അന്ന് ജ്ഞാനേന്ദ്രയുടെ സ്വകാര്യ വസതിയായ നിർമ്മൽ നിവാസിലേക്കുള്ള 6 കിലോമീറ്ററോളമാണ് 10000കണക്കിന് ആളുകൾ പൂക്കളും പതാകയുമായി അണിനിരുന്നത്. അവരുടെ ഹർഷാരവങ്ങൾ സ്വീകരിച്ച് കിരീടവും ചെങ്കൂരുമില്ലെങ്കിലും അതേ പ്രൗഢിയോടെ പുഞ്ചിരിച്ച് കൈകൂപ്പുന്ന ജ്ഞാനേന്ദ്രയുടെ ചിത്രങ്ങൾ ദ കിങ് ഇസ് ബാക്ക് എന്ന ചോദ്യചിഹ്നത്തോടെയാണ് മാധ്യമങ്ങൾ പകർത്തിയത്. രാജവാഴ്ചയ്ക്ക് കട്ടൻ വീണ ഒരു ജനാധിപത്യ സെക്യുലർ റിപ്പബ്ലിക്കിൽ നിന്നാണ് ഈ കാഴ്ച. അന്ന് ജ്ഞാനേന്ദ്രയ്ക്ക് ജൈവിളിച്ചവരുടെ കൈകളിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ചിത്രങ്ങളും വാനോളം ഉയർന്നിരുന്നു. ഇക്കഴിഞ്ഞ 3 മാസത്തിൽ ജ്ഞാനേന്ദ്ര നേപ്പാൾഗഞ്ച്, ബൈരഹവ, സിയാങ്ജ, ബാംഗ്ലൂർ, മ്യാഗ്ഡി, ബർദിയ, ഡാം, തൗലിഹാവ തുടങ്ങി നേപ്പാളിന്റെ ഹൃദയഭാഗങ്ങളിൽ സന്ദർശനം നടത്തിയപ്പോഴും ഇതേ ജനക്കൂട്ടമായിരുന്നു അദ്ദേഹത്തെ സ്വീകരിച്ചത്. നിലവിലെ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ, യൂണിഫൈഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്, പുഷ്പകമാൽ ദഹൽ നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ, മാവോയിസ്റ്റ് സെന്റർ തുടങ്ങി ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ നേപ്പാളി കോൺഗ്രസ് പോലും രാജവാഴ്ചയെ അനുകൂലിക്കുന്നവരുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയിൽ ആശങ്കയറിയിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു. മുൻ രാജാവിനോട് ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കൂ എന്നാണ് പ്രധാനമന്ത്രി KP ശർമ്മ ഒലി അന്ന് വെല്ലുവിളിച്ചത്. അപ്പോഴറിയാം എത്ര പേർ നിങ്ങളെ പിന്തുണക്കുന്നുണ്ട് എന്നായിരുന്നു ഒലിയുടെ പരാമർശം. ജനാധിപത്യം ഒരു ഹൈവേ പോലെയാണ്, അതിന് റിവേഴ്സ് ഗിയറില്ല. ഇടയ്ക്കിടെയുള്ള വളവുകൾ മാത്രമേ ഉള്ളൂവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാഠ്മണ്ഡുവിൽ മുൻ രാജാവിന് കിട്ടിയ ഗംഭീര വരവേൽപ്പ് നേപ്പാൾ പാർലമെന്റിൽ ചൂടുപിടിച്ച ചർച്ചയാവുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി അഥവാ RPPയും രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി നേപ്പാൾ അതായത് RPPNുമാണ് മുൻ രാജാവായ ജ്ഞാനേന്ദ്രയെ പിന്തുണക്കുന്ന പ്രധാന പാർട്ടികൾ. പ്രസിഡന്റിന് പകരം ജ്ഞാനേന്ദ്ര രാഷ്ട്രതലവനാകണമെന്നും രാജവാഴ്ചയും നേപ്പാളിന്റെ ഹിന്ദു രാഷ്ട്ര പദവിയും പുനഃസ്ഥാപിക്കണമെന്നുമാണ് ഇരു പാർട്ടികളും നിരന്തരം ഉന്നയിച്ച ആവശ്യം. രാജ്യത്തെമ്പാടും റാലികളും പ്രചാരണ പരിപാടികളും അവർ സംഘടിപ്പിച്ചു. ഈ പരിപാടികളിലെല്ലാം ആയിരക്കണക്കിന് ജനങ്ങളെ അണിനിരത്താനും അവർക്കായി. നേപ്പാളിലെ നിലവിലെ രാഷ്ട്രീയ സ്ഥിതിയെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് ജ്ഞാനേന്ദ്ര ഒരു വീഡിയോ സന്ദേശം നേരത്തെ പുറത്തുവിട്ടിരുന്നു. നേപ്പാളിന്റെ ചരിത്രം മായ്ക്കപ്പെടുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച അദ്ദേഹം രാജ്യം അപകടത്തിലാണെന്ന മുന്നറിയിപ്പായിരുന്നു നൽകിയത്. രാജ്യത്തിന്റെ കടബാധ്യത, തകരുന്ന വ്യവസായങ്ങൾ, ബിസിനസ്സുകൾ, വിദ്യാഭ്യാസ സംവിധാനം തുടങ്ങിയവയെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിദ്യാസമ്പന്നരും ബുദ്ധിമാന്മാരും പ്രതീക്ഷകൾ നശിച്ച് നമ്മുടെ രാജ്യം വിട്ട് പുറത്തേക്ക് പോവുകയാണ്. കഴിവുള്ളവരെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കാണ് ജനാധിപത്യം കൊണ്ടുവന്നതെങ്കിലും അത് നടന്നില്ല. നേപ്പാളിനെ സംരക്ഷിക്കുന്നതിനും ദേശീയ ഐക്യം നിലനിർത്തുന്നതിനും തങ്ങളോടൊപ്പം ചേരൂ എന്നാണ് അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തത്. നേപ്പാളിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അസന്തുഷ്ടരാണ് ജനം. 17 വർഷത്തിനുള്ളിൽ 13 സർക്കാരുകളാണ് രാജ്യത്ത് മാറി മാറി ഭരിച്ചത്. വികസന മുരടിപ്പും തൊഴിലില്ലായ്മയും അടക്കം സാഹചര്യം നിരാശാജനകമാണ്. ഇതിനു പുറമെയാണ് രാഷ്ട്രീയ നേതാക്കൾക്കെതിരായ അഴിമതി ആരോപണങ്ങളും പ്രതിഷേധങ്ങളും. ഇതിനിടയിലേക്കാണ് രാജവാഴ്ചയിലേക്കുള്ള തിരിച്ചുപോക്ക് രാഷ്ട്രത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാകുമെന്ന ആശയം പൊട്ടിപ്പുറപ്പെടുന്നത്. 1996 ആരംഭിച്ച ഒരു ദശാബ്ദക്കാലത്തെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം 2008 നേപ്പാൾ ഒരു റിപ്പബ്ലിക്കായി മാറിയത്. 1950 മുതൽ നേപ്പാളിൽ രാജഭരണമായിരുന്നു. 1990കളിൽ തന്നെ നേപ്പാളിൽ ജനാധിപത്യ അനുകൂല കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഇതോടെയായിരുന്നു രാജാവ് വീരേന്ദ്ര ബീർ വിക്രം ഷാ 30 വർഷമായി നിലനിന്നിരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നിരോധനം നീക്കുകയും പാർലമെന്റ് പ്രതിപക്ഷത്തിന് തുറന്നു കൊടുക്കുകയും ചെയ്തത്. പക്ഷേ അപ്പോഴും രാജാവിൽ തന്നെയായിരുന്നു അമിത അധികാരം നിക്ഷിപ്തമായത്. ഇത് രാഷ്ട്രീയ അനിശ്ചിതത്വം ശക്തമാക്കി. 1996 നേപ്പാളിൽ മാവോയിസ്റ്റുകൾ ഗറില്ല യുദ്ധം ആരംഭിച്ചു. രാജവാഴ്ച ഇല്ലാതാക്കി മാവോയിസ്റ്റ് ഭരണ സംവിധാനം സ്ഥാപിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. രാജാധികാരത്തിന് കീഴിലെ തൊഴിലില്ലായ്മയും ദുരിത ജീവിതവും കൂടുതൽ ചെറുപ്പക്കാരെ മാവോയിസ്റ്റുകളോട് അടുപ്പിച്ചു. പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രാജവാഴ്ചയ്ക്കും ഔദ്യോഗിക പാർട്ടികൾക്കുമെതിരെ ആയുധമെടുത്തതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി. 2001 രാജാവ് വീരേന്ദ്രയും രാജകുടുംബാംഗങ്ങളും സ്വന്തം മകനാൽ വെടിയേറ്റ് മരിച്ചതാണ് നേപ്പാളിന്റെ രാജാധികാരത്തിലും രാഷ്ട്രീയ സാഹചര്യങ്ങളിലും വലിയ ചലനങ്ങൾക്ക് തുടക്കമിട്ടത്. ഒരു അത്താഴ വിരുന്നിനിടെയായിരുന്നു സംഭവം. അച്ഛനമ്മമാരെയും സഹോദരങ്ങളെയും ഉൾപ്പെടെ മൊത്തം 9 പേരെയാണ് രാജകുമാരനായിരുന്ന ദീപേന്ദ്ര വെടിവെച്ചു കൊന്നത്. തുടർന്ന് അയാൾ സ്വയം ജീവനൊടുക്കുകയും ചെയ്തു. വെടിവെപ്പ് ദുരന്തത്തിൽ പല ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും ഉണ്ടായി. രാജാവും പിൻഗാമിയും എല്ലാവരും മരിച്ചതോടെ നേപ്പാളിന്റെ ഭരണചക്രം ജ്ഞാനേന്ദ്രയിൽ എത്തിയെങ്കിലും രാജകുടുംബത്തിന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും മാവോവാദികളുടെ സാന്നിധ്യവും രാഷ്ട്രീയ പാർട്ടികളും നേപ്പാളിൽ ശക്തി പ്രാപിച്ചു. രാജഭരണത്തിനെതിരായ പോരാട്ട പരമ്പരകൾക്കൊടുവിൽ 2008 നേപ്പാൾ രാജാധികാരത്തെ ഉപേക്ഷിച്ച് ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറുകയായിരുന്നു.